ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എക്സ് കണ്ടസ്റ്റൻസ് എല്ലാവരും ബിഗ് ബോസിൽ എത്തിയല്ലോ. ഇനി ജിസയിൽ മാത്രമേ വരാൻ ബാക്കിയുള്ളൂ. ജിസയിൽ ഓൺ ദ വേ ആണ്. ഫ്ലൈറ്റ് മിസ്സായി, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പറയാൻ വന്നത് അതൊന്നല്ല, നമ്മുടെ 7 കണ്ടസ്റ്റൻസിനെ കുറിച്ചല്ല, ബിൻസിയെ കുറിച്ചാണ് എനിക്ക് പറയണമെന്ന് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ബിൻസി ലൈവില് അത് എപ്പിസോഡിൽ കാണിക്കുമോന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയണത്. കാണിക്കുമായിരിക്കും, അത്രയും വലിയൊരു വഴക്കായിരുന്നു ബിൻസി മസ്താനിയും തമ്മില്. അയ്യോ, മസ്താനി എന്തോ അവര് ഇന്റർവ്യൂ മറ്റേ എടുത്തപ്പോ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു മസ്താനി, നമ്മുടെ ബിൻസി ഔട്ടായ ശേഷം. അപ്പോൾ ബിൻസി ഔട്ടായത് എങ്ങനെയാന്ന് വെച്ചാൽ റിക്ഷയിൽ കയറി ഇരുന്നിട്ടാണ് പോയത്, അങ്ങനെയാണല്ലോ ഔട്ടായത്. അപ്പോൾ മസ്താനി ചോദിച്ചിട്ടുണ്ടോ, ചാച്ചന്റെ ഓട്ടോയിലാണല്ലേ ബിൻസി കയറി വന്നതെന്ന്. ചാച്ചൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൻസിയുടെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ കളിയാക്കിയിട്ട് മസ്താനി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, അതിന് ബിൻസി കൊടുത്ത ഒരു മറുപടികള്, മസ്താനി സത്യം പറഞ്ഞ മസ്താനിക്ക് ഉത്തരവില്ല, ഉത്തരം പറയാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല, അയ്യോ ഭയങ്കര, സത്യം പറഞ്ഞ ഒരു ബി മെറ്റീരിയൽ പറയില്ലേ, അത് ബിൻസി ആട്ടോ. സത്യം പറയാം, ബിൻസി ഔട്ടായി പോയില്ലായിരുന്നെങ്കിൽ ബിഗ് ബോസിൽ ഒരു ഇതിനെക്കാട്ടും കണ്ടന്റുകളും കിട്ടുമായിരുന്നു. ബിഗ് ബോസ് ഹൈ റേറ്റിംഗിൽ വന്നേനെ, സത്യം പറയാം. കാരണം ആ ബിൻസിയുടെ ഒരു കോൺഫിഡൻസും ആ പറയണ സംസാര രീതിയും, അതും ഇത്രയും പണ്ടത്തെ എക്സ് കണ്ടസ്റ്റൻസ് എല്ലാവരും വന്നിട്ടുണ്ട്, അവരുടെ മുന്നിലാണ് സംസാരിക്കുന്നത്. അതോ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഓരോ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച്, അയ്യോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. അതായത് ബിൻസിയെ കുറിച്ച് ഞാൻ, ബിൻസി അത്ര നല്ലതാണ്, അങ്ങനെ ബിൻസിയെ ഞാൻ ആരാധകയൊന്നുമല്ല ബിൻസിയുടെ, പക്ഷെ ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് 101% പറയാൻ പറ്റും. കാരണം ബിൻസിയെ പോലെ ഒരാൾ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് 5 വരെ എത്തേണ്ടതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് എല്ലാവരും വിറപ്പിക്കുന്നുണ്ടാവുള്ളൂ ശരിക്കും അവിടെ. അത്രയ്ക്ക് അവൾക്കുള്ള എന്താണ് നമ്മൾ പറയില്ലേ, സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് അതെല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. അതും സംസാരിക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയാ, അതായത് ആ കണ്ടിന്യൂ പറയാണ്. അതായത് നമുക്ക് ഇത് കഴിഞ്ഞ് അടുത്തത് എന്താണ് ആലോചിക്കേണ്ടി തന്നെ വരുന്നില്ല, അങ്ങനെ സ്പോട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ലൈവ് കണ്ടാൽ നോക്കൂ. എനിക്കിത് പറയാൻ തോന്നിയത് എന്താ വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഈ 2ാമത്തെ വീക്കിലൊക്കെയാണല്ലോ ബിൻസി ഔട്ടായത്. നമ്മുടെ ശൈത്യം, അങ്ങനെ വേറെ പലരും ഉണ്ടായിരുന്നു അത്രയ്ക്ക് സംസാരിക്കാത്തവരൊക്കെ. പക്ഷെ ബിൻസി കുറച്ചുകൂടെ നിന്നിരുന്നെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടേനെ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനൊരു മെറ്റീരിയൽ വേണമായിരുന്നു. എന്നാ പിന്നെ ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും അനുമോളും ഷാനവാസും ഒക്കെ ആയിട്ട് എന്നും അടി തന്നെ ആയിരിക്കും. അത്രയ്ക്കും അവൾ അവിടെ നിന്ന് പൊരിച്ചു കൊടുത്തു പറഞ്ഞ പോലെ. അവള് പറഞ്ഞു, അതെ എൻ്റെ ചാച്ചൻ ഓട്ടോറിക്ഷ ഓടിച്ചെന്നെ എന്നെ എത്രയും വളർത്തി വലുതാക്കി, എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ പറഞ്ഞു. അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കണോ പറഞ്ഞ അതിൽ എന്തത്ര അഭിമാനക്കുറവ്? അതിൽ അഭിമാനമല്ലേ വേണ്ട. കാരണം എന്താന്ന് വെച്ചാൽ അച്ഛന്മാര് മക്കളെ എങ്ങനെയൊക്കെ വളർത്തണേ. ഓട്ടോറിക്ഷ ഓടിച്ചിട്ട്, ചിലർ വാച്ച്മാൻ ആയിരിക്കും, ചിലർ കൂലിപ്പണി എടുത്തിട്ടായിരിക്കും. അവിടെ എന്താ, അതല്ല അവര് നോക്കണ്ടല്ലോ, അവിടെയല്ല അന്തസ്. അല്ലാതെ വെറുതെ വീട്ടിൽ മക്കളെ നോക്കാതെ നടക്കണവർ എത്ര പേരുണ്ടാവും. അപ്പൊ ഈ എന്താണ് ബിൻസിയുടെ ചാച്ചെന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കും ബഹുമാനം അറിയിക്കുന്ന ഒരാൾ തന്നെയാണ്. അതിന് ഇത്ര അഭിമാനക്കുറവായിട്ട് എന്താ പറയാനുള്ളത്? അതൊരു ജോലിയല്ലേ, അല്ലാതെ കക്ക് മോഷ്ടിക്ക് അല്ലെങ്കിൽ തട്ടിപ്പറിക്കൊന്നല്ലല്ലോ ചെയ്യണ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുക ചെയ്യണത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അഭിമാനം തന്നെ. അതിനെങ്ങനെ കളിയാക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലേ മസ്താനിയെ കുറിച്ച് പറയുന്നുണ്ട്, നിന്നെ പോലെ ഇത്രയും മോശമായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഏതെങ്കിലും ഒരു സീസണിൽ നീ കണ്ടിട്ടുണ്ടോ? നീ അത്രയ്ക്കും നിന്നെ ആർത്ത് വിളിച്ചല്ലേ നിന്നെ പുറത്താക്കിയത്. ഇതുപോലൊരു എവിക്ഷൻ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നെ ചാച്ചന്റെ ഓട്ടോയിലാണെങ്കിൽ കൊണ്ടുപോയെങ്കിൽ നിന്റെ എവിക്ഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ, അയ്യോ ഒന്നും പറയണ്ട, ഒരു വാക്ക് പറയാൻ അവൾക്ക് പറ്റാണ്ടായി. അവള് കേറി ഇറങ്ങിപ്പോയി. ഞാൻ സത്യം പറഞ്ഞാൽ അവളൊന്നും തിരിച്ചു വരുമെന്ന് വിചാരിച്ചില്ല. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും നാണം കെട്ട് പോയതല്ലേ. എന്തായാലും അവളുടെയൊക്കെ തൊലിക്കെട്ടി ഗംഭീരാണെന്ന് തോന്നുന്നു. കയറി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ രേണു ചേച്ചി വന്നിട്ടുണ്ട്, മുടിയൊക്കെ ഇങ്ങനെ റെഡ് കളറൊക്കെ ആക്കിയിട്ട്. പിന്നെ ലക്ഷ്മി വന്നിട്ടുണ്ട്, ബിന്നി വന്നിട്ടുണ്ട്, നമ്മുടെ PR ബിന്നി 16 ലാക്ക് കൊടുത്തു പറഞ്ഞ ബിന്നി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാബുമാൻ വന്നിട്ടുണ്ട് കേട്ടോ. സാബുമാൻ മുടിയൊക്കെ ഇങ്ങനെ ചുരുണ്ട മുടിയൊക്കെ പോയി സ്ട്രൈറ്റ് ഒക്കെ ചെയ്ത് എന്തൊക്കെയോ രൂപത്തിൽ വന്നിട്ടുണ്ട്. സാബുമാൻ അവിടെ പെൺകുട്ടികളുടെ അടുത്തൊക്കെ ഇരുന്ന് ഭയങ്കര സംസാരവും ചിരിയൊക്കെയാണ്. അങ്ങനെ എന്തായാലും ലൈവ് രസമായിരുന്നു കാണാൻ. പക്ഷെ ഈ ഒരു വഴക്ക്, എൻ്റെ അമ്മോ, അതിൻ്റെ ഇടയിൽ കൂടെ ബിൻസി 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 പറഞ്ഞ് നിർത്താൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഷാനവാസ്
അനീഷെ മതി, നന്മമരം കളിച്ചത് മതി, നന്മമരം നീ അധികം കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ വിളിച്ചോണ്ട് പോണ്ട്. അനീഷ് സത്യം പറഞ്ഞാൽ ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ കേട്ടിട്ട്, അതായത് ആ ബിൻസിയുടെ സംസാരം കേട്ടിട്ട് കണ്ണും തള്ളി ഷോക്കും അടിച്ച് നിൽക്കണ പോലെ ഉണ്ട്. നിങ്ങൾ ലൈവിൽ അല്ല എപ്പിസോഡിൽ കാണിക്കുകയാണെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഹോട്ട്സ്റ്റാർ കാണണമെന്നില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ മുമ്പ് ഇടേണ്ടതായിരുന്നു, കുറച്ച് കാര്യങ്ങൾ കാരണം ലേറ്റായി പോയി. ഞാൻ ഇപ്പോൾ ഇത് പറയാൻ വേണ്ടി ഇട്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്